ശ്രീമദ് ഭാഗവതം ക്ലാസ് 225. നമ്മൾ സ്കന്ധം 10 രണ്ടാമത്തെ ഭാഗത്തിൽ 73-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് രാജാക്കന്മാരുടെ മോചനമാണ്. അപ്പം ജരാസന്ധൻ തടവിലാക്കിയ രാജാക്കന്മാരുടെ മോചനത്തെ പറ്റിയുള്ളൊരു അധ്യായമാണ് ഇത്. അപ്പം എന്താണ് പറയുന്നത് നോക്കാം. ഒന്നിൽ ശ്രീ ശുകൻ പറയുകയാണ്, ജരാസന്ധൻ്റെ വധനത്തിന് ശേഷം 20,800-ഓളം രാജാക്കന്മാരെ മുഷിഞ്ഞ ദേഹവും വസ്ത്രവുമായി പുറത്തു വന്നു. ആ തടവിൽ നിന്ന് പുറത്തു വന്ന രാജാക്കന്മാരുടെ അവസ്ഥയാണ് മുഷിഞ്ഞ വസ്ത്രം, ശരീരമെല്ലാം ഒരുമാതിരി മുഷിഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ചളി പിടിച്ച കുളിക്കലുമില്ല ഒന്നുമില്ലാതെ മാതിരിയാണ് രാജാക്കന്മാർ. ഒരു കാലത്തെ രാജാക്കന്മാരായിരുന്നു അവർ പുറത്തേക്ക് വന്നത്. ഇനി 2 മുതൽ 6 വരെയുള്ളത് അവരുടെ വിവരണമാണ്. വിശപ്പിനാ ക്ഷീണിച്ചിട്ടുണ്ട്, വരണ്ട മുഖമാണ്, മുഖമെല്ലാം പൊട്ടി വരണ്ട് കിടക്കുകയാണ്, ദേഹം മെലിഞ്ഞിട്ടുണ്ട് ആയ അവർ ആരെയാണ് കണ്ടത്? ശ്യാമളവർണ്ണനും മഞ്ഞപ്പട്ടുടുത്തവനും ശ്രീവത്സം ധരിച്ചവനും കിരീടം മറ്റേ ഇതെല്ലാമുള്ള എന്നാൽ എന്നിവയാൽ അലങ്കൃതമായ കൃഷ്ണനെ, ശ്രീഹരിയെ കണ്ടു. അവരെ കണ്ടപ്പോൾ തന്നെ എന്താണുള്ള നേത്രങ്ങൾ കൊണ്ട് പാനം ചെയ്യുന്നത് പോലെ, നാവ് കൊണ്ട് നക്കി തുടിക്കുന്നത് പോലെ, നാസി കൊണ്ട് മണപ്പിച്ചെടുക്കുന്നത് പോലെ, കൈകളാൽ ആശ്ലേഷിക്കുന്നത് പോലെയുള്ള ഭാവത്തോടുകൂടി ശിരസ്സുകൊണ്ട് അവർ നമസ്കരിച്ചു. കണ്ടപാട് ഭഗവാനെ നമസ്കരിച്ചു. 7 ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനത്താൽ കാരാഗ്രഹ സങ്കടമെല്ലാം അവർക്ക് അകന്നുപോയി. കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ ആ കാരാഗ്രഹത്തിൽ കിടന്ന സങ്കടമെല്ലാം അവർക്ക് അകന്നുപോയി. എന്നിട്ട് അവർ കൂപ്പുകൈകളോടുകൂടി കൃഷ്ണനെ സ്തുതിച്ചു. രാജാക്കന്മാരുടെ രാജാവ്, ദേവാദിദേവൻ, സന്താപമകറ്റുന്നവൻ, ഇനിയോ കാരുണ്യമൂർത്തെ, നിർവികാരാത്മകൻ, അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. അവരെ ഇങ്ങനെയെല്ലാം സ്തുതിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞു. ഇനിയോ ലോകവിരക്തന്മാരായ, നമ്മളെല്ലാം ലോകവിരക്തരായി തീർന്നിരിക്കുകയാണ്. ജയിലിൽ കിടന്നതോടുകൂടി രാജാക്കന്മാരാണ്. അപ്പോൾ ലോകത്തോട് തന്നെ വിരക്തി വന്നു. ഈ ഭൗതിക ലോകത്തിലെല്ലാം രാജാവായിരിക്കുമ്പോൾ എന്തെല്ലാം തോന്നിയിട്ടുണ്ടാവും. ഇപ്പം അതെല്ലാം ഇല്ലാതായി. ലോകവിരക്തരും നമ്മളിപ്പോൾ ശരണാഗതരാണ്, അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നവരാണ്. ഞങ്ങളെ സംസാര ദുഃഖത്തിൽ നിന്നും കാത്തു രക്ഷിക്കണേ. ഇതാണ് അവരുടെ ആവശ്യമുള്ളൂ. രാജ്യമൊന്നും തിരിച്ചു വരണമെന്നൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഭൗതിക ജീവിതമെല്ലാം എടുത്ത് നമുക്കെന്ത് വേണം? ശരണം എന്നിട്ട് നമ്മളെ സംസാര ദുഃഖത്തിൽ നിന്നൊന്നും മാറ്റി തന്നാൽ മതി. എന്നിട്ട് പറയാണ്, മഗധ രാജാവിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട്? ജരാസന്ധന്. എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്താത്തത്? കാരണം എന്തെന്നാൽ ഈ ജരാസന്ധൻ മൂലമുണ്ടായ രാജ്യഭ്രംശം, ഈ ജരാസന്ധൻ മൂലമാണ് ഈ രാജ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ട് ജയിലിൽ ഈ കാരാഗ്രഹത്തിൽ കിടക്കാൻ അവസരമുണ്ടായത്. അത് എന്തിന് സഹായകരമായി തീർന്നു? നിന്തിരുവടിയുടെ അനുഗ്രഹമായി പരിണമിച്ചു. അതുകൊണ്ടാണ് നിന്തിരുവടിയെ ഇങ്ങനെ കാണാനുള്ള അവസരം കിട്ടിയത്. മറ്റേ തപസ് ചെയ്യുന്നവർക്ക് പോലും കിട്ടാത്ത കാര്യമാണ് ഇപ്പം നമുക്ക് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യം പോയാലെന്ത്, അദ്ദേഹം പിടിച്ച് നമ്മൾ തടവിലിട്ടാലെന്ത്, നമുക്ക് കൃഷ്ണനെ കാണാനുള്ള അവസരം കിട്ടി. മറ്റേ യോഗികൾക്ക് പോലും ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളാണ്. 10 രാജകീയ മതത്തിൽ ഞെളിഞ്ഞ രാജാവ് ശ്രേയസ് അനുഭവിക്കുകയില്ല. രാജകീയമായ അവസ്ഥയിൽ ഞെളിഞ്ഞിരുന്ന രാജാക്കന്മാർ ശ്രേയസ് അനുഭവിക്കുകയില്ല. അവർക്ക് പിന്നെ എന്താണ് സംഭവിക്കുക? മായയിൽ അകപ്പെട്ട് നിന്തിരുവടിയുടെ
മായയിൽ അകപ്പെട്ട് സമ്പത്തുകളെല്ലാം, ഈ കിട്ടുന്ന സമ്പത്ത് പ്രതാപമെല്ലാം ഇളക്കമില്ലാത്തതാണെന്ന് അവർ കരുതി. ബുദ്ധിശൂന്യതയിൽ മരീചികയെ ജലാശയമായി കരുതുന്നത് പോലെ വിവേകശൂന്യർ മായയിലുള്ള വിഷയങ്ങളെ യഥാർത്ഥമായി കരുതി. ഇവിടെയുള്ള സമ്പത്ത് അതെല്ലാം മായയാൽ ആ ശക്തി ഉണ്ടാക്കി വെച്ചതാണ്, അതെല്ലാം യഥാർത്ഥത്തിലുള്ളതാണ്, എന്നും നിലനിൽക്കും സമ്പത്ത് സുഖം എല്ലാം എന്നവർ വിശ്വസിച്ചു. ആര്? ജരാസന്ധനും വിശ്വസിച്ചു. ഇവരവസ്ഥ അതെല്ലാം തന്നെയാണ് പൊതുവെ. 12:13 പറയാണ്, ഭൂമിയെ ജയിച്ചെടുക്കുവാനുള്ള മോഹം കൊണ്ട് അന്യോന്യം സ്പർദ്ധ ധരിക്കുന്നവര്. എന്തിനാണ് ഈ ശത്രുതയെല്ലാം ഉണ്ടാകുന്നത്? ഭൂമിയെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. അന്യോന്യം സ്പർദ്ധ ധരിക്കുന്നവരും ഐശ്വര്യത്താൽ വിവേകദൃഷ്ടി നശിച്ചവരും. ഐശ്വര്യം കിട്ടുമ്പോൾ പിന്നെ വിവേകം നഷ്ടപ്പെടും. മുന്നിൽ നിൽക്കുന്ന മൃത്യുരൂപമായ നിൻ തിരുവടിയെ വകവെക്കാതെ. മുന്നിൽ എന്തുണ്ട്? മൃത്യുവായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഈ കൃഷ്ണൻ നിൽക്കുന്നുണ്ട്. മൃത്യു അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ. അഹങ്കാരികളായ മുമ്പ് സ്വയം പ്രജകളെയെല്ലാം നമ്മൾ യുദ്ധത്തിൽ കൊന്നിട്ടുണ്ട്. നമ്മളും പണ്ട് യുദ്ധമെല്ലാം നടത്തിയിട്ടുണ്ട്, രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പ്രജകളെയെല്ലാം കൊന്നിട്ടുണ്ട്. അത്യന്തം നിർദ്ദയന്മാരായി വർത്തിച്ചിരുന്ന നമ്മളും പലപ്പോഴും നിർദ്ദയമായിട്ട് ഒരു ദയയില്ലാതെ പലരുടെ നേരെയും വർത്തിച്ചിട്ടുണ്ട് യുദ്ധസമയത്തും മറ്റും. ഇന്ന് അറ്റമില്ലാത്ത വേദത്തിൽ കറങ്ങുന്നതായ കാലത്താൽ, നിന്തിരുവടിയുടെ കാലത്താൽ അറ്റമില്ലാത്ത വേഗത്തിലാണ്. അപ്പം അന്ന് എല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് കാലം പോകുന്നൊന്നും ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ആ കാലം ആരിലൂടെയാണ് പോകുന്നത്? ഈ ശ്രീഹരിയിലൂടെ തന്നെയാണ് കാലം ചലിപ്പിക്കപ്പെടുന്നത്. തിരുവടിയുടെ കാലത്താൽ ഐശ്വര്യം നശിച്ച് ഊറ്റം നശിച്ചവരായി ഇപ്പം നമ്മളെന്തായി ഭവിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാഗ്രഹമുള്ളൂ, ഭഗവാന്റെ തൃപ്പാദം ധ്യാനിച്ചു കൊള്ളണം. കേൾക്കാൻ മാത്രം. എന്നിട്ടോ 14 അതിനാൽ ക്ഷയിച്ച് നാനാ രോഗങ്ങളാൽ പീഡിതരായ ഈ ശരീരത്തെ, ഇനി നമുക്ക് ഈ ശരീരത്തിൽ ക്ഷയിച്ചിരിക്കുകയാണ്, രോഗമെല്ലാം വന്ന് ശരീരത്തിന് പിടിപെട്ടിട്ടുണ്ട്. ഈ ശരീരത്തിൽ മൃഗതൃഷ്ണയും രാജാവാകേണ്ട മോഹമൊന്നും അവശേഷിച്ചിട്ടില്ല. ഇപ്പം ഈ ശരീരത്തിൽ ഇനി മൃഗതൃഷ്ണയൊന്നുമില്ല. അതേപോലെ തന്നെ രാജ്യഭരണം വേണം, തിരിച്ചു വേണം എന്നുള്ള ആശയമൊന്നും നമുക്ക് ഇല്ല. കേൾക്കാൻ മാത്രം രസമുള്ള മരിച്ച ശേഷം ലഭിക്കുന്ന ഫലവും നമ്മൾ ആശിക്കുന്നില്ല. കേൾക്കാൻ മാത്രം രസമുള്ള, കേൾക്കാൻ എന്ത് രസമുണ്ട്? മരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിൽ പോയ എന്തെല്ലോ ഉണ്ട് എന്ന്, പൂറികളോ എന്തെല്ലോ ഉണ്ട് എന്നുള്ള കേൾക്കാൻ രസമുള്ള പരിപാടിയാണ്. അതൊന്നും, അങ്ങനെയുള്ള ഒന്നും നമുക്ക് വേണ്ട, അവിടെ ഒന്നും വേണ്ട. ജനന മരണത്തിൽ വട്ടം കറങ്ങുന്ന ഞങ്ങൾക്ക് 15 പറയാണ്, നമ്മൾ ജനന മരണത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് നിൻ തിരുവടിയുടെ സ്മരണ അങ്ങേ മറക്കാതെ ഓർക്കാനുള്ള വല്ല ഉപായം ഉണ്ടെങ്കിൽ അത് ഉപദേശിച്ചു തന്നാൽ കൊള്ളാം. അങ്ങേ ഓർക്കണം എപ്പോഴും, അങ്ങയിൽ നിന്ന് ചിന്ത മാറിപ്പോകരുത്. അങ്ങനെ വല്ല ഉപായം ഉണ്ടെന്നൊന്ന് ഉപദേശിച്ച് തന്നാലും. 16 പരമാത്മാവും വണങ്ങുന്നവരുടെ പ്രാപഞ്ചിക പരിഹാരം നൽകുന്നവനും പാപം ഇല്ലാതാക്കുന്നവനും ഗോകുലനാഥനുമായ വാസുദേവന് നമസ്കാരം. 17 സുഖം പറയുകയാണ്. ഇത് കേട്ട കൃഷ്ണൻ രാജാക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അവർ സ്തുതിച്ചപ്പോൾ കൃഷ്ണൻ ഇനി പറയുകയാണ്, രാജാക്കന്മാരെ, ആത്മസ്വരൂപനും നിങ്ങളുടെ എല്ലാം ആത്മാവിൻ്റെ സ്വരൂപമാണ് ഞാൻ. സർവേശ്വരനുമായ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ്. എന്നിൽ നിങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ടതെന്തോ, എന്നോട് നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത്, ആ എന്നിൽ ഉറച്ച ഭക്തി എന്നും ഉണ്ടാകും. നിങ്ങൾക്ക് എന്നിൽ തന്നെ എന്നും ഭക്തി ഉണ്ട്. ആ ഭക്തി പോയില്ല.
നിങ്ങളുടെ ആശയം സന്തോഷകരം തന്നെ. നിങ്ങളുടെ ചിന്താഗതി വളരെ ഇപ്പോഴത്തെ ചിന്താഗതി വളരെ സന്തോഷകരം തന്നെ. സമ്പത്ത് മൂലമുള്ള സമ്പത്ത് വരുമ്പോൾ പ്രഭുത്വാഭിമാനത്തിൻ്റെ സമ്പത്ത് കൂടുമ്പം പ്രഭുത്വം ഉണ്ടാകും, അതിലൂടെ അഭിമാനമുണ്ടാകും. അതിൻ്റെ അധികമായാൽ ഭ്രാന്ത് പിടിക്കും. അത് പിന്നെ ഭ്രാന്തിൻ്റെ ലക്ഷണമായിട്ട് മാറും. ഉദാഹരണമായിട്ട് 20 കാർത്തവീര്യൻ, നഹുഷൻ, വേനൻ, രാവണൻ, നരകൻ എന്നിവർ സമ്പത്തിനോടുള്ള മതം കൊണ്ട് പദവിയിൽ നിന്നും ഭ്രഷ്ടരാക്കപ്പെട്ടവരാണ്. ഇങ്ങനെ സമ്പത്തിനുള്ള മോഹം കൊണ്ടാണ് ഈ കംസനെല്ലാം രാജ്യം നഷ്ടപ്പെട്ടത്. ഈ സൃഷ്ടിയുടെ ഭാഗമായ ശരീരമെല്ലാം നശിക്കും. 21 പറയാണ്, ഈ ശരീരമെല്ലാം ഈ സൃഷ്ടി കാണുന്നതെല്ലാം ഒരു കാലം നശിക്കും. അതിനാൽ ശ്രദ്ധയോടെ, ഇപ്പം അവർക്കുള്ള ഉപദേശമാണ്. രാജാക്കന്മാരായിട്ട് അവർക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഉപദേശിക്കുകയാണ്. അതിനാൽ ശ്രദ്ധയോടെ എനിക്കായി യാഗം ചെയ്യുക. ഇതാണ് ഭാഗവതം പറയുന്ന കാര്യം. നിങ്ങൾ കർമ്മം എനിക്കായി. എനിക്കെന്താ വേണ്ടത്? അദ്ദേഹത്തിന് വേറെ കാര്യമൊന്നും ആവശ്യമില്ല. എല്ലാത്തിനും അദ്ദേഹത്തിന് നമ്മളെന്താണ്? അദ്ദേഹം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ആ ലോകത്തിനായിക്കൊണ്ട് അദ്ദേഹം തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാം. എല്ലാറ്റിനെയും ഒന്നായി കണ്ടുകൊണ്ട് ആ ഈശ്വരനെ എനിക്കായി യാഗം ചെയ്യുക. പ്രജകളെ നീതിയോടെ രക്ഷിച്ചു കൊള്ളുക. അപ്പം നിങ്ങളുടെ ജോലി എന്താണ്? രാജാവായി തന്നെ നിങ്ങളെ ഇരുത്താൻ പോവുകയാണ്. അല്ലാതെ വിട്ടെറിഞ്ഞു പോകാനൊന്നും പറ്റില്ല. നമുക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രാജാവാണെങ്കിൽ ഭരിച്ചു കൊള്ളണം. എങ്ങനെ ഭരിക്കണം? എനിക്കായി കൊണ്ട് ഭരിക്കണം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്, വിരാട രൂപമാണ്. ഈ ലോകത്തിന് വേണ്ടി ഭരിക്കണം. അതിൻ്റെ ഫലം എന്തായിരിക്കും? പ്രജകളെ നീതിയോടെ രക്ഷിച്ചു കൊള്ളുക. പ്രജകളെ രക്ഷിക്കലാണ് നിങ്ങളുടെ ജോലി. എന്നിട്ടോ 22 പുത്ര പൗത്ര സന്താനാദികളെ വളർത്തിക്കൊള്ളുക. അതിൻ്റെ കൂട്ടത്തിൽ പുത്രന്മാരെയെല്ലാം പൗത്രന്മാരെയെല്ലാം എല്ലാം വളർത്തിക്കൊള്ളുക. പിന്നെയോ സുഖദുഃഖങ്ങൾ വന്നും പോയിരിക്കും, വിഭവങ്ങളും വന്നുപോയിരിക്കും. ചിലപ്പം വിഭവമൊന്നും ഇല്ലാതെ ദരിദ്രനായും ഇരിക്കും എന്നിങ്ങനെ വന്നു ചേരുന്നതിന് ഇതെല്ലാം ഓരോ കാലത്തിനനുസരിച്ച് വന്നും പോയിരിക്കും. ചിലപ്പോൾ സുഖം വരും, ദുഃഖം വരും. ചിലപ്പം പല വിഭവങ്ങൾ വരും, ചിലപ്പോൾ വന്നില്ല എന്ന് വരും. അവയെല്ലാം അനുഭവിച്ചു കൊള്ളുക. സുഖമായാലും ദുഃഖമായാലും വന്നു ചേരുന്നത് അനുഭവിച്ചു കൊള്ളുക. അല്ലാതെ അതിൻ്റെ പിന്നാലെ ഓടി നടക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെ നിങ്ങൾ എന്ത് വേണം? എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാലം കഴിച്ചു കൊള്ളുക. ഈ തരത്തിൽ എനിക്കായി ചിന്തിച്ചുകൊണ്ട് കാലം കഴിച്ചു കൊള്ളുക. ദേഹം, പുത്ര, ഭാര്യ, മക്കൾ എന്നിവയിൽ അതിയായ താല്പര്യമുണ്ടാകാൻ പാടില്ല. അതേസമയം ദേഹം, പുത്രൻ, ഭാര്യ, മക്കൾ എന്നിവയിലൊന്നും സമ്പത്തിലൊന്നും അധികമായ താല്പര്യമില്ലാത്തതായി ആത്മാവിൽ ലയിച്ചുകൊണ്ട്, എപ്പോഴും ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത്, ഉള്ളിൽ ഞാനെന്നത് ആ ശ്രീഹരിയാണെന്ന ചിന്തയോടുകൂടി സദാചാര നിയമങ്ങളെ അനുസരിച്ച് എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് പരബ്രഹ്മമായ എന്നെ പ്രാപിക്കാം ഒടുവിൽ. അങ്ങനെ നിങ്ങൾ നീങ്ങിയാണെങ്കിൽ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് തീരുകയും ചെയ്യും. അവസാനം നിങ്ങൾ എവിടെ എത്തും? ബ്രഹ്മസാക്ഷാത്കാരം നേടുകയും ചെയ്യും. ഇനി 24 ശ്രീ ശുഗൻ പറയുകയാണ്, ശ്രീകൃഷ്ണൻ ഇപ്രകാരമെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം നിയോഗിച്ചു. എന്തിന്? ഇവരെ കുളിപ്പിക്കുന്നതിനായി. ആകെ വൃത്തിയൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് അവർക്ക് കുളിക്കാൻ വേണ്ട എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയെല്ലാം ശട്ടം കിട്ടി, വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാൻ. ഇനി 25 ശരിയായ സ്നാനം ചെയ്ത് നല്ലവണ്ണം കുളിച്ച് അലങ്കരിച്ച വസ്ത്രങ്ങളെല്ലാം കൊണ്ട് അലങ്കരിച്ച് നല്ല വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച്
താമ്പൂലെല്ലാം രാജോചിതമായിട്ട് കഴിക്കേണ്ട താമ്പൂലും അതെല്ലാം കഴിച്ച് രാജാവിന് ചേർന്ന ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് ജരാസന്ധൻ്റെ പുത്രനാൽ ഉപചാരം ചെയ്യിച്ചു. ജരാസന്ധൻ്റെ പുത്രനാണല്ലോ അവിടെ രാജ്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ട് ഉപചാരം ചെയ്യിച്ചു. 27. ആഭരണങ്ങൾ അണിഞ്ഞവരായ രാജാക്കന്മാർ വർഷകാലാവസാനത്തെ ഗ്രഹങ്ങളെപ്പോലെ പരിശോഭിച്ചു. എല്ലാം കുളിച്ച് രാജാവിൻ്റെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞപ്പോൾ അവർ വർഷകാലം കഴിഞ്ഞ്, വർഷകാലത്ത് കാർമേഘയിലാണല്ലോ, അതെല്ലാം നീങ്ങുമ്പോഴുള്ള ഗ്രഹങ്ങൾ എങ്ങനെയാണോ അത് തിളങ്ങുന്നത് പോലെ പരിശോഭിച്ചു എന്ന് പറയുകയാണ്. നല്ല കുതിരകളെ കെട്ടിയ രത്നങ്ങളാൽ അലങ്കരിച്ച തേരുകളിൽ അവരെ സ്വദേശത്തേക്ക്, അവരുടെ എല്ലാം അവരവരുടെ ദേശത്തിലേക്ക് പറഞ്ഞയച്ചു. ഇപ്രകാരം 29 ഉദാരചിത്തനായ കൃഷ്ണനാൽ കഷ്ടപ്പാടുകൾ അകന്ന രാജാക്കന്മാർ ശ്രീകൃഷ്ണന്റെ പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട് യാത്രയായി. എന്നിട്ട് 30 അവർ മന്ത്രിമാരോടും പൗരജനങ്ങളോടും ശ്രീകൃഷ്ണന്റെ പ്രവൃത്തികളെ പറഞ്ഞു കേൾപ്പിച്ചു. അവിടെ കൊട്ടാരത്തിലെത്തിയിട്ട് അവിടെ മന്ത്രിമാരോടും പൗരജനങ്ങളോടെല്ലാം ശ്രീകൃഷ്ണൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു ഏൽപ്പിച്ചു. ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതുപോലെ ജാഗരൂകരായി വർത്തിച്ചു. ലോകം മുഴുവൻ ആ രാജാക്കന്മാരെല്ലാം ശ്രീകൃഷ്ണന്റെ ശൈലിയിലേക്ക് വന്നു. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക. എന്നിട്ട് 31 ഭീമസേനാൽ വധിക്കപ്പെട്ട ജരാസന്ധന്റെ പുത്രനാൽ സഹദേവനാൽ ആരാധിതനായ ശ്രീകൃഷ്ണ ഭഗവാൻ, അപ്പം ജരാസന്ധന്റെ പുത്രനെ രാജാവാക്കി അദ്ദേഹം ആരാധിച്ചു. ആ ആരാധനയെല്ലാം ഏറ്റുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമനോടും അർജുനനോടും ഒത്ത് യാത്ര പുറപ്പെട്ടു. ശത്രുവെ ജയിച്ച് 32 സ്വന്തം സുഹൃത്തുക്കളെ സന്തോഷിപ്പിച്ച്, അപ്പം ശത്രുക്കളെയെല്ലാം കീഴ്പ്പെടുത്തി സുഹൃത്തുക്കളായ ഞങ്ങളുടെ പത്തടുത്തുള്ള ആൾക്കാരെയെല്ലാം സന്തോഷിപ്പിച്ച് ശത്രുക്കൾക്ക് മാത്രം അസുഖം ജനിപ്പിച്ചുകൊണ്ട്, ശത്രുക്കളായവർക്ക് മാത്രം അസുഖം ജനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ശംഖുകളെ മുഴക്കി. ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തിയിട്ട് ശംഖു മുഴക്കി. എന്ത്? നമ്മൾ കാര്യങ്ങൾ സാധിച്ച് വന്നിരിക്കുകയാണ്. അത് കേട്ട ഇന്ദ്രപ്രസ്ഥവാസികൾ 33 സന്തുഷ്ടരായി ജരാസന്ധൻ മരിച്ചതായിട്ട് അവർ കരുതി. യുധിഷ്ഠിര രാജാവിൻ്റെ മനോരഥവും അതുവഴി നിറവേറ്റിക്കഴിഞ്ഞു. ഉടനെ 34 ഭീമനും അർജുനനും കൃഷ്ണനും യുധിഷ്ഠിരനെ അഭിവാദ്യം ചെയ്തു. തങ്ങൾ ചെയ്തതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. രാജാവാണല്ലോ, രാജാവിൻ്റെ അടുത്ത് അഭിവാദ്യം ചെയ്തിട്ട് തങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചു. 35 യുധിഷ്ഠിരൻ കൃഷ്ണന്റെ കരുണയാൽ സാധിക്കപ്പെട്ട അക്കാര്യത്തെ കേട്ട്, കൃഷ്ണന്റെ കരുണ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്, അത് കേട്ട് സന്തോഷാശ്രു പൊഴിച്ചു എന്നാണ് പറയുന്നത്. പ്രേമാധിക്യത്താൽ അദ്ദേഹത്തിന് അപ്പോഴും ഒന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ആ അധ്യായവും കഴിയുകയാണ്. അപ്പോൾ ലോകത്തിലെ എല്ലായിടവും അദ്ദേഹത്തിൻ്റെ രാജാക്കന്മാരെ ഉപദേശിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ജനത്തിന് വേണ്ടി ഭരിക്കുക. രാജാവിൻ്റെ ധർമ്മം ജനങ്ങളെ രക്ഷിക്കുകയാണ്. കുറച്ച് ആളുകളെ കൈമല എടുത്ത് സൂചിപ്പിക്കാനല്ല, ജനങ്ങൾക്ക് വേണ്ടി. ഇത് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക്